പകലിന്റെ തിളക്കത്തിൽ മറ്റുള്ളവർക്കു മുന്നിൽ കള്ളച്ചിരിയുമായി അഭിനയിച്ചു തീർത്ത് രാത്രിയുടെ നിശബ്ദതയിൽ സ്വന്തം മുറിയിൽ വാതിലടച്ചു കിടക്കുമ്പോൾ നെഞ്ചിൽ ഭാരമേറിയ ഒരു പാറക്കല്ല് വെച്ചതുപോലെ ശ്വാസം കിട്ടാതെ പിടയുന്ന അവസ്ഥ പലരും അനുഭവിക്കുന്നുണ്ട്. ഫോണൊന്ന് ശബ്ദിക്കുമ്പോൾ പോലും ഉള്ളൊന്ന് പിടഞ്ഞു വിറയ്ക്കുന്നതും വീട്ടുമുറ്റത്ത് അപരിചിതരെ കാണുമ്പോൾ പേടിച്ച് ഉള്ളിലേക്ക് വലിഞ്ഞു കയറുന്നതും വലിയൊരു തടവറയിലകപ്പെട്ട അവസ്ഥയാണ്. ശത്രുക്കൾ വാളുമായി മുന്നിൽ നിൽക്കുമ്പോഴുള്ള ഭയത്തേക്കാൾ എത്രയോ മടങ്ങു വലുതാണ് കടം തന്നവൻ വീട്ടുപടിക്കൽ വന്ന് ആക്രോശിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭീകരമായ അവസ്ഥ. പുറമേ ആഡംബരത്തോടെ ജീവിക്കുന്ന പലരുടെയും ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ കാണാൻ കഴിയുക ഉറക്കമില്ലാത്ത രാത്രികളും തകർന്ന സ്വപ്നങ്ങളും കണ്ണീരും മാത്രമാണ്. മനുഷ്യ മനഃശാസ്ത്രത്തിൽ കടം കൂടുമ്പോൾ തലച്ചോർ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന പ്രതിസന്ധി ഘട്ടത്തിലേക്ക് മാറുമെങ്കിലും മിക്കവരും തിരഞ്ഞെടുക്കുന്നത് ഒളിച്ചോടാനുള്ള ഫ്ലൈറ്റ് എന്ന മാർഗമാണ്. ഇത് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും ഉള്ളിൽ വലിയൊരു മാനസിക സമ്മർദ്ദമായി ഇത് വളരുകയാണ്. ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ, പണം പിന്നീട് സാവധാനം നൽകിയാൽ മതി എന്ന് കാതുകളിൽ മന്ത്രിച്ച ചതിക്കുഴിയിലാണ് പലരും ഇന്ന് വീണുകിടക്കുന്നത്. പുറമേ സമ്പന്നരെന്ന് നടിക്കുന്നവർ യഥാർത്ഥത്തിൽ പാവകളാണ്. അവരെ നിയന്ത്രിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങളല്ല, മറിച്ച് അവരുടെ വലിയ കടങ്ങളാണ്. മനുഷ്യൻ സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഈ ക്രൂരമായ മാനസിക തടവറയിൽ നിന്ന് പുറത്തുകടക്കാൻ കോടീശ്വരനാകേണ്ട ആവശ്യമില്ല, മറിച്ച് ചിന്തകളെയും ജീവിതത്തെയും കൃത്യമായ ബുദ്ധിയോടെ നിയന്ത്രിക്കാനുള്ള ഉറച്ച മനസ്സ് മാത്രം മതി. ലോകത്തെ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ വ്യക്തമാക്കിയത് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ പുറത്തുനിന്നുള്ള ശത്രുക്കളുടെ ആവശ്യമില്ല, അവന്റെ അനിയന്ത്രിതമായ ആഗ്രഹങ്ങളും തെറ്റായ സാമ്പത്തിക ശീലങ്ങളും മാത്രം മതിയെന്നാണ്. അമിതമായ ആഗ്രഹങ്ങൾ ഒരു മനുഷ്യനെ ജീവനോടെ അടിമയാക്കി മാറ്റുന്നു. കടമെന്നത് ശരീരത്തിൽ ബാധിക്കുന്ന മാരകരോഗം പോലെയാണ്. തുടക്കത്തിൽ ചെറിയ അസ്വസ്ഥത മാത്രമാണെങ്കിലും കൃത്യമായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ അത് ആത്മാഭിമാനത്തെയും കുടുംബത്തെയും ഒന്നാകെ തകർത്തുകളയുന്നു. ഈ ചതുപ്പിൽ നിന്ന് എങ്ങനെ പൂർണ്ണമായി രക്ഷപ്പെടാമെന്നും നഷ്ടപ്പെട്ട സമാധാനം എങ്ങനെ തിരിച്ചുപിടിക്കാമെന്നും ചാണക്യതന്ത്രങ്ങളുടെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത് വെറുമൊരു സാമ്പത്തിക ഉപദേശം മാത്രമല്ല, മറിച്ച് ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന പുതിയ ചിന്താരീതിയാണ്. ഒരു മനുഷ്യൻ കടത്തിന്റെ കെണിയിൽ വീഴുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് അവന്റെ ചിന്താശേഷിയാണ്. പുതിയതായി ഒന്നും ആലോചിക്കാൻ കഴിയാതെ പണം തന്നവരുടെ മുഖങ്ങളും ചോദ്യങ്ങളും മാത്രം മനസ്സിൽ നിറയുന്നു. ഈ അവസ്ഥ തുടർന്നാൽ അത് മനുഷ്യനെ മാനസികമായും ശാരീരികമായും തളർത്തുകയും ഉയർന്ന രക്തസമ്മർദ്ദത്തിനും നിരാശയ്ക്കും ഉറക്കമില്ലായ്മയ്ക്കും കാരണമാകുകയും ചെയ്യുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ ആത്മവിശ്വാസം തകരുന്നതോടെ ലോൺ അടയ്ക്കാൻ വേണ്ടി മറ്റൊരു ലോൺ എടുക്കുന്ന ആത്മഹത്യാപരമായ തീരുമാനങ്ങളിലേക്ക് പലരും എത്തുന്നു. എന്നാൽ എത്ര വലിയ ഇരുണ്ട രാത്രിക്ക് ശേഷവും പുലരിയുണ്ട് എന്ന സത്യം മനസ്സിലാക്കണം. എത്ര വലിയ തടവറയ്ക്കും ഒരു വാതിലുണ്ട്. ആ വാതിൽ തുറക്കാനുള്ള താക്കോൽ നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ താക്കോൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വ്യക്തമായ തന്ത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മുന്നിൽ നിൽക്കുന്ന ശത്രുവിന്റെ കരുത്ത് കൃത്യമായി അളന്നെടുക്കാതെ അവനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. പലരും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമെന്തെന്നാൽ കടം പെരുകുമ്പോൾ ആ കണക്കുകളിലേക്ക് നോക്കാൻ പോലും അവർക്ക് ഭയമാണ്. ആ പേടി കാരണം യാഥാർത്ഥ്യത്തിൽ നിന്ന് കണ്ണടച്ച് ഒളിച്ചോടാൻ അവർ ശ്രമിക്കുന്നു. ഫോൺ കോളുകൾ ഒഴിവാക്കുന്നു, കത്തുകൾ തുറക്കാൻ മടിക്കുന്നു, ബാങ്ക് നോട്ടീസുകൾ കണ്ടില്ലെന്ന് നടിച്ചു മാറ്റിവെക്കുന്നു. എന്നാൽ ചാണക്യൻ പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം ഇതാണ്: പ്രശ്നങ്ങളെ ഭയന്ന് ഒളിച്ചോടുന്നത് അവയ്ക്ക് ഇരട്ടി ശക്തി നൽകുക മാത്രമാണ് ചെയ്യുന്നത്. യുദ്ധക്കളത്തിൽ ശത്രുവിന് നേരെ പുറംതിരിഞ്ഞു നിന്നാൽ അവൻ പുറകിൽ നിന്ന് കുത്തിവീഴ്ത്തുമെന്നത് ഉറപ്പാണ്. ശത്രുവിനെ ജയിക്കണമെങ്കിൽ ആദ്യം അവന്റെ ശക്തിയും ദൗർബല്യവും തിട്ടപ്പെടുത്തണം. അതിനാൽ ഇന്ന് തന്നെ ഒരു പേപ്പറും പേനയും എടുത്ത് ശാന്തമായി ഒരിടത്തിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ ഒരു യുദ്ധക്കളമായി കണ്ട് ഭയമില്ലാതെ ബാധ്യതകളെല്ലാം കൃത്യമായി എഴുതിവെക്കുക. അത് നിങ്ങളുടെ അടുത്ത സുഹൃത്തായാലും ശരി, ഒരു വലിയ ബാങ്കായാലും ശരി, ചെറിയ തുക പോലും വിട്ടുപോകാതെ കുറിക്കണം. വീട്ടുവാടകയും സുഹൃത്തുക്കളിൽ നിന്നുള്ള കടവും ക്രെഡിറ്റ് കാർഡുകളും പലിശക്കാരും ബാങ്ക് ലോണുകളും ഉൾപ്പെടെ ചെറുതും വലുതുമായ എല്ലാ കണക്കുകളും അതിലുണ്ടായിരിക്കണം. ഓരോ കടത്തിനും നൽകുന്ന പലിശ നിരക്ക് എത്രയാണെന്ന് അതിനടുത്ത് കുറിക്കുക. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അഥവാ കൂട്ടുപലിശയുടെ ഭീകരമായ ചതിക്കുഴി. ഇതിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ പലിശ ഈടാക്കുന്ന ആ വലിയ ശത്രുവിനെ ചുവന്ന മഷികൊണ്ട് പ്രത്യേകം അടയാളപ്പെടുത്തുക. യുദ്ധത്തിൽ ശത്രുവിന്റെ ഏറ്റവും ശക്തനായ സേനാപതിയെ ആദ്യം വീഴ്ത്തുക. അതോടെ ബാക്കി സൈന്യത്തിന്റെ ആത്മവീര്യം തകരുമെന്ന ചാണക്യതന്ത്രം ഇവിടെയും പ്രസക്തമാണ്. കടത്തിന്റെ കാര്യത്തിലും ഈ തന്ത്രം തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. ആ വലിയ ബാധ്യതയെ ആദ്യം വെട്ടിവീഴ്ത്താൻ കഴിഞ്ഞാൽ നെഞ്ചിലെ പാറക്കല്ലിറക്കി വെച്ചതുപോലെ ബാക്കിയുള്ള ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലിയൊരു ധൈര്യവും ആത്മവിശ്വാസവും നമുക്ക് ലഭിക്കും. സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഇതിനെ അവലാഞ്ച് മെത്തേഡ് എന്ന് വിളിക്കുന്നു. ഏറ്റവും ഉയർന്ന പലിശയുള്ള കടത്തെ ആദ്യം ആക്രമിക്കുന്ന രീതിയാണിത്. നേരെ മറിച്ച് ചെറിയ ചെറിയ കടങ്ങൾ ആദ്യം വീട്ടുന്നത് മനസ്സിന് ആശ്വാസം നൽകുന്ന മറ്റൊരു രീതിയാണ്. മനഃശാസ്ത്രപരമായി ഇതിനെ സ്നോബോൾ മെത്തേഡ് എന്ന് വിളിക്കാം. ഒരു ചെറിയ കടം വീട്ടിക്കഴിയുമ്പോൾ തലച്ചോറിൽ
ഡോപമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചെറിയൊരു വിജയത്തിന്റെ അനുഭൂതി നൽകും. ഈ വിജയം അടുത്ത വലിയ കടം വീട്ടാനുള്ള ഊർജ്ജമായി മാറും. ഇതിലേത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ കണക്കുകൾ മുന്നിൽ വ്യക്തമാകുമ്പോൾ പകുതി ഭയം അവിടെ അവസാനിക്കും. അജ്ഞതയിൽ നിന്നാണ് ഭയം ജനിക്കുന്നത്. കൃത്യമായ അറിവ് ലഭിക്കുമ്പോൾ ആ ഭയം എന്നേക്കുമായി ഇല്ലാതാകും. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് ആകാശത്തോളം ഉയരമുണ്ടെങ്കിലും നമ്മുടെ കൈവശമുള്ള വിഭവങ്ങൾക്ക് കൃത്യമായ പരിധിയുണ്ട്. ഇന്ന് സമൂഹത്തിൽ കാണുന്ന വലിയൊരു ദുരന്തമെന്തെന്നാൽ പലരുടെയും കയ്യിൽ പണമില്ലാത്തതല്ല, മറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ മാന്യമായി ജീവിക്കുന്നുവെന്ന് കാണിക്കാൻ വേണ്ടി അവർ നടത്തുന്ന അനാവശ്യ ആഡംബര പ്രകടനങ്ങളാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ സോഷ്യൽ കോമ്പാരിസൺ തിയറി എന്ന് വിളിക്കുന്നു. അതായത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്താണ് പലരും സ്വന്തം സന്തോഷം കണ്ടെത്തുന്നത്. അയൽക്കാരൻ പുതിയൊരു കാറോ സ്വർണമോ വാങ്ങുമ്പോൾ ഉള്ളിലെ അസൂയയും അഹങ്കാരവും ഉണരുകയും അതിനേക്കാൾ വലിയൊരെണ്ണം സ്വന്തമാക്കാൻ വലിയ പലിശയ്ക്ക് കടം വാങ്ങുകയും ചെയ്യുന്നവനാണ് ഇന്നത്തെ ശരാശരി മനുഷ്യൻ. അഹങ്കാരവും ആഡംബരവും അനാവശ്യമായി ജീവിതത്തിലേക്ക് കടന്നുവരുമ്പോൾ നിങ്ങളുടെ സമാധാനത്തിന്റെ അന്ത്യം അവിടെ കുറിക്കപ്പെടുന്നു. കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ഒന്ന് നോക്കൂ. ഒന്നിനു പുറകെ ഒന്നായി എത്രയോ ആപ്പുകളാണ് പ്രതിമാസം നിങ്ങളുടെ പണം നിശബ്ദമായി ചോർത്തിക്കൊണ്ടിരിക്കുന്നത്. സിനിമ കാണാനും പാട്ടുകൾ കേൾക്കാനും ഓൺലൈൻ വിനോദങ്ങൾക്കുമായി നമ്മൾ നൽകുന്ന ചെറിയ തുകകളും സബ്സ്ക്രിപ്ഷനുകളും എല്ലാം കൂടി കൂട്ടിനോക്കിയാൽ അതൊരു വലിയ സംഖ്യയായി മാറിയിട്ടുണ്ടാകും. ഒരു വലിയ പാത്രത്തിൽ ചെറിയൊരു ഓട്ടയുണ്ടെങ്കിൽ അതിലെ വെള്ളം മുഴുവൻ ചോർന്നു പോകും എന്നതുപോലെയാണ് ഈ ചെറിയ അനാവശ്യ ചിലവുകളും. ഒരു കോട്ട സംരക്ഷിക്കണമെങ്കിൽ ആദ്യം അതിന്റെ ചെറിയ വിള്ളലുകൾ അടയ്ക്കണം എന്ന ചാണക്യന്റെ പാഠം ഇവിടെ വളരെ പ്രധാനമാണ്. കടബാധ്യതയുടെ നടുവിൽ നിൽക്കുമ്പോൾ ഇത്തരം ആഡംബരങ്ങൾക്ക് പൂർണ്ണമായും അവധി നൽകിയേ തീരൂ. ഇത് കടുംപിടുത്തമല്ല, മറിച്ച് നിങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമ്മൾ വാങ്ങുന്ന പല സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടല്ല, മറിച്ച് നമ്മളെ ഇഷ്ടപ്പെടാത്ത മറ്റുള്ളവരെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അത്തരം ആളുകളുടെ മുന്നിൽ താൽക്കാലികമായി തോറ്റുകൊടുക്കാൻ തയ്യാറാവുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. അത്യാവശ്യങ്ങൾ എന്തൊക്കെയാണെന്നും അനാവശ്യങ്ങൾ എന്തൊക്കെയാണെന്നും കൃത്യമായി വേർതിരിച്ചറിയാനുള്ള വിവേകമാണ് ഈ ഘട്ടത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത്. പണം ചിലവഴിക്കുന്നതിന് മുൻപ് ഇത് എനിക്ക് ജീവിക്കാൻ അത്യാവശ്യമാണോ അതോ എന്റെ അഹങ്കാരം സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണോ എന്ന് ഒന്നാലോചിക്കുക. ആ വിവേകം കൈവരുമ്പോൾ നിങ്ങളുടെ പകുതി ചിലവുകൾ തനിയെ ഇല്ലാതാകും. സമ്പാദ്യത്തേക്കാൾ വേഗത്തിൽ ചിലവുകൾ വളരാൻ ഒരിക്കലും അനുവദിക്കരുത്. 1 രൂപ ലാഭിക്കുന്നത് 1 രൂപ സമ്പാദിക്കുന്നതിന് തുല്യമാണ് എന്ന പഴയ ജ്ഞാനം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക. ജീവിതം ഒരിക്കലും നേർരേഖയിലല്ല സഞ്ചരിക്കുന്നത്. ഇന്നെല്ലാം സുരക്ഷിതമെന്ന് തോന്നുമ്പോഴായിരിക്കും നാളെ ഒരു കൊടുങ്കാറ്റ് വന്ന് നമ്മുടെ സകല പ്രതീക്ഷകളെയും തകർത്തെറിയുന്നത്. അപ്രതീക്ഷിതമായൊരു രോഗമോ വലിയൊരു അപകടമോ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയോ എപ്പോൾ വേണമെങ്കിലും ആർക്കും സംഭവിക്കാം. ബുദ്ധിമാനായ ഒരു ഭരണാധികാരി സമാധാനകാലത്തുപോലും യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതുപോലെ നാം ഓരോരുത്തരും കരുതലുള്ളവരായിരിക്കണം. കോട്ടയ്ക്കുള്ളിൽ എപ്പോഴും 1 വർഷത്തേക്കുള്ള ധാന്യവും ധനവും സൂക്ഷിച്ചുവെക്കണം. അപ്രതീക്ഷിതമായ ഉപരോധങ്ങളെ നേരിടാൻ അതുമാത്രമാണ് വഴിയെന്ന് ചാണക്യൻ പണ്ട് ഉപദേശിച്ചത് അർത്ഥവത്താണ്. പ്രതിസന്ധികൾ വരുമ്പോൾ വീണ്ടും മറ്റൊരു കടത്തിലേക്ക് കൂപ്പുകുത്താതിരിക്കാൻ എമർജൻസി ഫണ്ട് അഥവാ കരുതൽ ധനം എപ്പോഴും മാറ്റി സൂക്ഷിക്കേണ്ടതുണ്ട്. വരുമാനത്തിൽ നിന്ന് വളരെ ചെറിയൊരു ഭാഗം ഇതിനായി നീക്കിവെക്കാൻ മടി കാണിക്കരുത്. ഇതിനൊപ്പം തന്നെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് കൃത്യമായ ആരോഗ്യ ഇൻഷുറൻസ്. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള പല സാധാരണ കുടുംബങ്ങളും തകർന്നുപോയത് ഒരൊറ്റ രാത്രി കൊണ്ടുവന്ന വലിയ ഹോസ്പിറ്റൽ ബില്ലുകൾ കാരണമാണ്. മനഃശാസ്ത്രപരമായി നോക്കിയാൽ സാമ്പത്തിക സുരക്ഷിതത്വമില്ലാത്ത മനുഷ്യൻ എപ്പോഴും ഭയത്തിലായിരിക്കും ജീവിക്കുക. ഈ ഭയം അവന്റെ പ്രതിരോധശേഷിയെപ്പോലും നശിപ്പിക്കും. രോഗം വരുമ്പോൾ ചികിത്സിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അതിനുള്ള പണം കയ്യിലില്ലെങ്കിൽ ക്രൂരന്മാരായ പലിശക്കാരുടെ മുന്നിൽ വീണ്ടും കൈനീട്ടേണ്ടിവരും. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം ഒരൊറ്റ രോഗത്തിനു മുന്നിൽ തീർന്നു പോകുമ്പോൾ മനുഷ്യൻ വീണ്ടും കടത്തിന്റെ വലിയൊരു കയത്തിലേക്ക് ആണ്ടുപോകുന്നു. മുൻകൂട്ടി കാണുന്ന ബുദ്ധിമാനായ മനുഷ്യൻ മാത്രമേ ജീവിതത്തിലെ ഇത്തരം അപ്രതീക്ഷിത വീഴ്ചകളിൽ നിന്ന് സ്വയം രക്ഷിക്കുകയുള്ളൂ. വരാനിരിക്കുന്ന മഴയെ മുൻകൂട്ടി കണ്ട് കുട കരുതി വയ്ക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. ഇൻഷുറൻസ് എന്നത് പണം കളയലല്ല, മറിച്ച് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനുള്ള ഏറ്റവും ശക്തമായ കോട്ടയാണ്. ദുരന്തങ്ങൾ മുന്നറിയിപ്പ് നൽകി വരാറില്ലെങ്കിലും അവയെ നേരിടാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ നമുക്ക് സാധിക്കും. ചെറിയൊരു സുരക്ഷിതത്വം നാളെ നിങ്ങളെ വലിയൊരു ബാധ്യതയിൽ നിന്ന് രക്ഷിച്ചേക്കാം. നിങ്ങളുടെ വീടിനുള്ളിലേക്ക് ഒന്ന് കണ്ണ് തുറന്നു നോക്കൂ. വലിയ പ്രതീക്ഷയോടെ പണം കൊടുത്തു വാങ്ങിയിട്ടും കഴിഞ്ഞ 6 മാസമായി ഒരിക്കൽ പോലും തൊട്ടുനോക്കാതെ പൊടിപിടിച്ചു കിടക്കുന്ന എത്രയോ സാധനങ്ങൾ അവിടെയുണ്ട്. ഉപയോഗശൂന്യമായ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും പാത്രങ്ങളും വ്യായാമ ഉപകരണങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായ പണം തന്നെയാണ്. അവ വെറും രൂപം മാറി അവിടെ കിടക്കുന്നു എന്ന് മാത്രം. ഈ വസ്തുക്കൾ വീടിന്റെ സ്ഥലം മാത്രമല്ല നശിപ്പിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ സമ്പാദ്യത്തെ കൂടി കാർന്നു തിന്നുകയാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഡിക്ലട്ടറിംഗ് എന്ന് വിളിക്കുന്നു. ചുറ്റുമുള്ള അനാവശ്യ വസ്തുക്കളെ നീക്കം ചെയ്യുമ്പോൾ മനസ്സിന്റെ സമ്മർദ്ദവും പകുതിയായി കുറയുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത്തരം വസ്തുക്കൾ വിറ്റഴിക്കാൻ ഇന്ന് ധാരാളം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാണ്. അവ വിറ്റുകിട്ടുന്ന ചെറിയ തുകയാണെങ്കിൽ പോലും നിങ്ങളുടെ കടത്തിന്റെ ഒരു ഭാഗം അടച്ചു തീർക്കാൻ അത് പ്രയോജനപ്പെടുത്തണം.
2 മാസത്തെ പലിശയെങ്കിലും അതുകൊണ്ട് തീർക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു വിജയമായി കണക്കാക്കാം. വീട് വൃത്തിയാകുന്നതിനൊപ്പം മനസ്സിന്റെ ഭാരവും കുറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. സൂക്ഷിച്ചു വയ്ക്കുന്ന വലിയ കല്ലിനേക്കാൾ മൂല്യം വഴിയിലുള്ള ചെറിയൊരു നാണയത്തിനാണെന്ന കാര്യം മറക്കരുത്. യുദ്ധകാലത്ത് ഉപയോഗമില്ലാത്ത ആയുധങ്ങളും അമിതഭാരങ്ങളും സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ യുദ്ധഭൂമിയിൽ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയൂ എന്ന ചാണക്യതന്ത്രം ഇവിടെയും പ്രസക്തമാണ്. ജീവിതത്തിൽ നിന്ന് ആവശ്യമില്ലാത്തവയെ ഒഴിവാക്കുമ്പോൾ മാത്രമാണ് പുതിയതും നല്ലതുമായ കാര്യങ്ങൾക്ക് അവിടെ ഇടമുണ്ടാകുന്നത്. നിങ്ങളുടെ കബാഡിലുള്ളത് വെറും സാധനങ്ങളല്ല, മറിച്ച് അത് നിങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾക്കുള്ള പണമാണ്. ആ പണം ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ വലിയൊരു ബാധ്യത ഇല്ലാതാക്കാൻ കഴിയും. വസ്തുക്കളോടുള്ള അനാവശ്യമായ വൈകാരിക ബന്ധം ഉപേക്ഷിച്ച് മനുഷ്യബന്ധങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകണം. നാം സ്വന്തമാക്കുന്ന വസ്തുക്കൾ ഒടുവിൽ നമ്മെത്തന്നെ അടിമകളാക്കാൻ അനുവദിക്കരുത്. അനാവശ്യമായവയെ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ സ്വാതന്ത്ര്യം പുലരുന്നത് അനുഭവപ്പെടും. വരുമാനം വർദ്ധിപ്പിക്കാതെ ചിലവുകൾ ചുരുക്കാൻ ഒരു പരിധി മാത്രമേയുള്ളൂ എന്നത് നഗ്നമായ സത്യമാണ്. ചിലവുകൾക്ക് നിയന്ത്രണമുണ്ടെങ്കിലും വരുമാനത്തിന് അതിരുകളില്ല. കടം എന്ന ഭാരമേറിയ പാറക്കല്ലിനെ തകർക്കണമെങ്കിൽ ഒരൊറ്റ വരുമാനം മാത്രം മതിയാകില്ല. ഇന്ന് നമുക്ക് ചുറ്റും അധിക വരുമാനം കണ്ടെത്താൻ ഒട്ടനവധി അവസരങ്ങളുണ്ട്. ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും ഈ കാലഘട്ടത്തിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന എത്രയോ ജോലികൾ നമുക്ക് മുന്നിലുണ്ട്. എഴുത്തോ ഡിസൈനിങ്ങോ ചെറിയ ബിസിനസ്സുകളോ അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ജോലികൾക്കായി ഒഴിവു സമയങ്ങൾ മാറ്റിവെക്കുക. ശനിയാഴ്ചകളും ഞായറാഴ്ചകളും വെറുതെ ഉറങ്ങിത്തീർക്കാനുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കാനുള്ളതാണ്. മനഃശാസ്ത്രപരമായി നോക്കിയാൽ മനുഷ്യൻ വെറുതെ ഇരിക്കുമ്പോഴാണ് അമിതമായ ചിന്തകൾ അഥവാ ഓവർ തിങ്കിംഗ് തലച്ചോറിനെ പിടികൂടുന്നത്. ജോലിയിൽ വ്യാപൃതനാകുമ്പോൾ മനസ്സിലെ ഭയം മാറി പകരം ലക്ഷ്യബോധം ഉടലെടുക്കും. ലക്ഷ്യമുള്ളവന് മടിയില്ലെന്നും അധ്വാനിക്കുന്നവന് ദാരിദ്ര്യമില്ലെന്നും ചാണക്യൻ പണ്ട് പറഞ്ഞത് ഇന്നും അർത്ഥവത്താണ്. വീടുകളിൽ ഇരിക്കുന്നവർക്കും ജോലി കഴിഞ്ഞു മടങ്ങുന്നവർക്കും ചെയ്യാവുന്ന ചെറിയ ട്യൂഷനുകൾ, ഹോം ഡെലിവറി സർവീസുകൾ, ഓൺലൈൻ ഫ്രീലാൻസിംഗ് എന്നിവയൊക്കെ ഇന്ന് മികച്ച വരുമാന മാർഗങ്ങളാണ്. ഒരു തുള്ളി വെള്ളം കൊണ്ട് വലിയൊരു പാത്രം നിറയില്ലായിരിക്കാം, എന്നാൽ നിരന്തരമായി വീഴുന്ന തുള്ളികൾ പാത്രത്തെ നിറയ്ക്കുക തന്നെ ചെയ്യും. അതിനാൽ ഓരോ ചെറിയ അധിക വരുമാനവും കടത്തിനെതിരെയുള്ള നിങ്ങളുടെ വലിയ ആയുധങ്ങളാണെന്ന് മനസ്സിലാക്കുക. ലോകത്ത് 2 തരം മനുഷ്യരാണുള്ളത്. ഒന്നുകിൽ ചിലവുകൾ ചുരുക്കുന്നവർ, അല്ലെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നവർ. എന്നാൽ ഈ 2 കാര്യങ്ങളും ഒരേ സമയം ചെയ്യുന്നവൻ ഏതു വലിയ പ്രതിസന്ധിയെയും മറികടന്ന് ജീവിതത്തിലെ രാജാവായി മാറും. ഒഴിവു സമയങ്ങളെ പണമാക്കി മാറ്റാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ സാമ്പത്തിക ബുദ്ധി. അധ്വാനിക്കാൻ മടിയുള്ളവന് കടത്തിന്റെ തടവറയിൽ നിന്ന് ഒരിക്കലും മോചനമില്ലെന്നും കഠിനാധ്വാനത്തിന് പകരമായി മറ്റൊന്നുമില്ലെന്നും ഉറപ്പിച്ചു പറയട്ടെ. പെട്ടെന്ന് കയ്യിലൊരു വലിയ തുക വരുമ്പോൾ മനുഷ്യന്റെ ചഞ്ചലമായ മനസ്സ് ചതിക്കാൻ തുടങ്ങും. അപ്രതീക്ഷിതമായ ഒരു വലിയ തുക കാണുമ്പോൾ പഴയ ആഗ്രഹങ്ങൾ വീണ്ടും തലപൊക്കുന്നതിനെ മനഃശാസ്ത്രത്തിൽ ലൈഫ് സ്റ്റൈൽ ക്രീപ്പ് എന്ന് വിളിക്കുന്നു. വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് ചിലവുകൾ നമ്മൾ അറിയാതെ കൂടുകയും ബോണസോ മറ്റോ കിട്ടുമ്പോൾ ഇതുകൊണ്ട് കുറച്ചു ദിവസം ആസ്വദിക്കാം, യാത്ര പോകാം, കടമൊക്കെ പതുക്കെ വീട്ടാം എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് വലിയൊരു കെണിയാണ്. മൃഗം കെണിയിൽ വീഴുന്നത് അതിന്റെ മുന്നിലുള്ള ഇര കണ്ട് ആകൃഷ്ടനാകുമ്പോഴാണ്. അതിനാൽ അപ്രതീക്ഷിതമായി കിട്ടുന്ന പണം ഒരിക്കലും ആഡംബരങ്ങൾക്കായി മാറ്റിവെക്കരുത്, മറിച്ച് അത് നേരെ നിങ്ങളുടെ ഏറ്റവും വലിയ കടം തീർക്കാനായി ഉപയോഗിക്കുക. കടമുണ്ടെന്ന് കരുതി ആരോടും സംസാരിക്കാതെ ഒളിച്ചും ഉൾവലിഞ്ഞും ജീവിക്കരുത് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ചാണക്യന്റെ സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നീ നയങ്ങളിൽ കടം വീട്ടാൻ നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത് സാമം അഥവാ ചർച്ചകളുടെ തന്ത്രമാണ്. നിശബ്ദത പലപ്പോഴും നിങ്ങളെ വലിയ വിഷാദത്തിലേക്ക് നയിക്കും. ഭയം നിങ്ങളെ കൂടുതൽ ദുർബലനാക്കും. അതിനാൽ ബാങ്കുകളോടോ പണം തന്നവരോടോ മുന്നിൽ ചെന്ന് നിങ്ങളുടെ അവസ്ഥ തുറന്നു പറയുക. നിലവിലെ സാഹചര്യം അവരെ ബോധ്യപ്പെടുത്തുക. നിയമപരമായ വഴികൾ തേടുക. ലോൺ റീസ്ട്രക്ചറിംഗ് പോലുള്ള സാധ്യതകൾ ഉപയോഗിക്കുക. സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന ഒരു മനുഷ്യനെ സഹായിക്കാൻ ബാങ്കുകളും മറ്റുള്ളവരും തയ്യാറാകും. ഒളിച്ചോടുന്നത് ശത്രുവിന്റെ ബലം കൂട്ടുകയേയുള്ളൂ, മറിച്ച് നേരിട്ട് സംസാരിക്കുന്നത് പല വഴികളും തുറന്നുതരും. നിങ്ങളുടെ സത്യസന്ധതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം. പേടിച്ചൊളിക്കുന്നവനെ ലോകം വേട്ടയാടുമ്പോൾ നേരിട്ട് നിൽക്കുന്നവന് മുന്നിൽ വഴിമാറിക്കൊടുക്കാൻ ലോകം നിർബന്ധിതമാകും. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വലിയ പ്രശ്നങ്ങളും പരിഹരിക്കാം. ജീവിതത്തിൽ കടബാധ്യതകളുണ്ടാകുന്നത് ഒരു ശാപമല്ല, അത് വെറുമൊരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ്. തളർന്നുപോയതുകൊണ്ട് ഒരാൾ മോശക്കാരനാകുന്നില്ല, മറിച്ച് വീണുകിടന്നിടത്തുനിന്ന് വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കാത്തതാണ് യഥാർത്ഥ പരാജയം. കടം വാങ്ങിയവരെല്ലാം കുറ്റവാളികളല്ല, എന്നാൽ അത് വീട്ടാൻ ആത്മാർത്ഥമായി ശ്രമിക്കാതിരിക്കുന്നത് വലിയ തെറ്റാണ്. ഈ പ്രതിസന്ധിയെ ഒരു യുദ്ധമായി കാണുക. യുദ്ധത്തിൽ ജയിക്കാൻ വെറും ആയുധങ്ങൾ മാത്രം പോരാ, മറിച്ച് കൃത്യമായ തന്ത്രവും ക്ഷമയും അനിവാര്യമാണ്. മുൻപ് പറഞ്ഞ മനഃശാസ്ത്രപരമായ തന്ത്രങ്ങളും ചാണക്യ നയങ്ങളും ജീവിതത്തിൽ പകർത്താൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഈ ചതുപ്പിൽ നിന്ന് എളുപ്പത്തിൽ കരകയറാൻ സാധിക്കും. കൃത്യമായ പ്ലാനിങ്ങും അച്ചടക്കവും കഠിനാധ്വാനവുമുണ്ടെങ്കിൽ ഏതു വലിയ കടത്തിൽ നിന്നും പൂർണ്ണമായി പുറത്തു കടക്കാൻ കഴിയും. ഈ അവസ്ഥയും കടന്നുപോകും എന്ന ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടായിരിക്കണം. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക. യാഥാർത്ഥ്യത്തെ ധൈര്യത്തോടെ നേരിടുക.
നാളെ നിങ്ങൾ കടങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തനായി സ്വതന്ത്രമായ വായു ശ്വസിക്കുന്ന ആ സുന്ദരമായ ദിനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റാരുടെയും കയ്യിലല്ല, അത് നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതവും തനിയെ മാറും. കടമില്ലാത്ത ഒരു ജീവിതം നൽകുന്ന വലിയ സമാധാനം ഈ ലോകത്ത് മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. നിങ്ങളുടെ സമാധാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഭൂമിയിലെ ഏറ്റവും വലിയ ധനവാൻ ആരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഏറ്റവും കൂടുതൽ പണമുള്ളവനല്ല, മറിച്ച് മനസ്സമാധാനത്തോടെ രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നവനാണ്. ആ സമാധാനം തിരിച്ചുപിടിക്കാനുള്ള യാത്ര ഇന്ന് തന്നെ ആരംഭിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കഠിനാധ്വാനവും ബുദ്ധിയും നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യത്തോടെ മുന്നോട്ട് നടക്കുക. വിജയം നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങളുടെ ജീവിതം വീണ്ടും പ്രകാശപൂരിതമാകട്ടെ.